എല്ലാരും ഗൈസ് നിങ്ങളെന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അയ്യോ എന്റെ ദേഷ്യം വരണുണ്ടോ? നീ ഇവിടെ കിടന്ന് എത്ര വെച്ചെടുത്തിട്ടു ഒരു കാര്യവുമില്ല. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചതാ. ഹൗ ഡെയർ യു! നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ കുട്ടിയുടെ മേലിൽ കൈവച്ചത്? ഹീസ് മൈൻ, ഓൺലി മൈൻ. അവളെ തൊടാനും അവന്റെ മേലുള്ള എല്ലാ അവകാശവും അതെനിക്ക് മാത്രമാണ്. നിന്നെ പോലത്തെ ഒരു സ്ലട്ട് എത്ര ധൈര്യം ഉണ്ടായിട്ടാ അവളെ തൊട്ടത്? നിനക്കൊരു കാര്യം അറിയോ? അവന് വേണ്ടി ക്ഷമിച്ച് സഹിച്ചു നിന്നതുപോലെ ഞാൻ ഈ ലോകത്ത് വേറെ ഒന്നിനും വേണ്ടി ക്ഷമിച്ചിട്ടുമില്ല, സഹിച്ചിട്ടുമില്ല. അവനെ നീ കയറി തൊട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റില്ല. സാർ പ്ലീസ് സാർ, എനിക്കറിയില്ലായിരുന്നു സാർ. ഇനി ഞാൻ അവൻ്റെ പരിചയത്ത് പോലും കാര്യമില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക് സാർ. ഞാൻ അറിയാതെ ചെയ്തത്, പ്ലീസ് സാർ. ഹേയ് നോ ഗേൾ, സെക്കൻഡ് ചാൻസ് അതിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യമാ. നീ പേടിക്കണ്ട, അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ നിന്റെ പരലോകത്തേക്ക് അയക്കൂല. പതിയെ പതിയെ നരകം കണ്ട് കണ്ട് നീ പോകും. ഇത് നിന്റെ മാത്രം അവസ്ഥയല്ല, ഞങ്ങൾക്കിടയിലേക്ക് ആര് വന്നാലും അവരുടെ അവസ്ഥ ഇതായിരിക്കും. ഈ സോമിനിയുമായി അവൻ എന്റെ മാത്രം. നമുക്ക് പോവാ, അവര് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നവും. വേഗം വാ. ടേക്ക് ഹർ ടു ഗോ ഡൗൺ. 2 ദിവസത്തേക്ക് ഫുഡും വെള്ളവും ഒന്നും കൊടുക്കണ്ട, കുറച്ച് എൻജോയ് ചെയ്യട്ടെ. എന്തായിരുന്നു ഞാൻ അന്നേ പറഞ്ഞതാണ് അവരോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണമെന്ന്. അതെ, ആദ്യം മൂത്തവരെന്തെങ്കിലും പറഞ്ഞാലേ അനുസരിക്കാൻ പഠിക്കണം. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പുല്ല് വിലയല്ലേ തരുള്ളൂ. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഈ ജഹാൻ പറഞ്ഞൊന്നും ഇതുവരെയായിട്ടും തെറ്റിയിട്ടില്ല. എന്തേ മിണ്ടാതിരിക്കണേ? ഇപ്പൊ നിനക്ക് തിരിച്ചൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ ഞാൻ വാ തുറന്ന തിരിച്ച് എന്നെ 100 കൂടെ പറയുമല്ലോ. എന്തിപ്പോ ഒന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാറ്? തെറ്റെന്തായാലും എന്റെ ഭാഗത്തായി പോയില്ലേ? അതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കണ തന്നെയാ നല്ലത്. കുട്ടാ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ എന്റെ ഫ്രസ്ട്രേഷനിലൊന്ന് പറഞ്ഞു പോയതാ. എന്തായാലും നീ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ പോയി നോക്കി ഇതെല്ലാം കണ്ട്. അല്ലെങ്കിൽ നമ്മളിത് വല്ലതും അറിയുമായിരുന്നു. അയ്യേ നിസ ബേബി കരയുവാ. എന്തിനാ കരയണ? ഞാനില്ല നിന്റെ കൂടെ. എനിക്കെന്തോ പേടി പോലെയൊക്കെ, ഇതിന്റെ ബിഹേവിയർ ഭയങ്കര വീടായിട്ടൊക്കെ തോന്നുന്നു. എന്തിന്? ഇത് നിന്റെ ലൈഫാണ്. അവന് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് അവന്റെ മാറ്റർ. നിനക്ക് അവന് ഇഷ്ടമാണോ ഇഷ്ടമല്ലോ എന്നുള്ളത് നിന്റെ ചോയ്സാണ്. നിന്നെ ആരും ഫോഴ്സ് ചെയ്യാമുള്ളത്. നിനക്ക് അവന് ഇഷ്ടമല്ലേ? നിനക്ക് നിന്റേതായിട്ടുള്ള വഴി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നീ എന്തിനാ വെറുതെ പേടിക്കണേ? പിന്നെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്തായാലും ഫോഴ്സ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് കിഡ്നാപ്പ് ചെയ്ത് അതൊന്നും എന്തായാലും നടക്കാൻ പോകുള്ളൂ. അതൊക്കെ സിനിമയിൽ. റിയൽ ലൈഫിൽ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. നീ അതോർത്തൊന്നും പേടിക്കണ്ട. പിന്നെ ഞാനില്ലേ നിന്റെ കൂടെ. ഞാനുള്ളപ്പോ നീ ഒന്നിനെ കുറിച്ചും ആലോചിച്ച് പേടിക്കണ്ട. ഇനി എനി ചാൻസ് അങ്ങനെ വല്ലതും നടക്കുവാണെങ്കിൽ പോലും പോലീസും കോടതിക്ക് എന്തിനാ? എന്തായാലും ഒന്ന് റിസ്ക് എടുക്കണ്ട. നമുക്ക് കഫീന്ന് റിസൈൻ ചെയ്യാം. പെട്ടെന്ന് റിസൈനൊക്കെ ചെയ്യാന്ന് വെച്ചാ അതൊക്കെ പോസിബിൾ ആണോ? എന്തായാലും 1 മാസം പിടിച്ചു നിൽക്കാനുള്ള സേവിങ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇവിടെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാൻ അത്ര വലിയ പാടില്ല. എന്തായാലും ഇപ്പൊ തന്നെ നമ്മൾക്ക് എന്തായാലും കമ്പനിന്ന് ഓഫേഴ്സ് ലെറ്റേഴ്സ് വരും. നീ വരണ്ട. എത്രയും അവന്റെ അടുത്തുനിന്ന് അകന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും അവന്റെ അടുത്തുനിന്ന് അകന്ന് നിൽക്കുന്നതല്ല. ഞാൻ തന്നെ പോയി റിസൈൻ ലെറ്റർ കൊടുത്തോളാം. ഇനി ഇതാലോചിച്ചിരുന്ന് ടൈം കളയണ്ട, വാ കിടക്കാം. അപ്പൊ തന്നെ ടൈം കുറെ ആയി. അല്ലടാ, ഇങ്ങനൊരു ഡിസിഷൻ എത്ര പെട്ടെന്ന് വേണമായിരുന്നു? ചില ഡിസിഷൻസ് നമ്മൾ കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. എനിക്കറിയാടാ, നിങ്ങളെന്തായാലും
തക്കതായ ഒരു കാരണമില്ലാതെ ഇപ്പോ റിസൈൻ ചെയ്യില്ലെന്നറിയാം. നിനക്കെന്നാലും വന്നപ്പോ ഇസേനെ കൂടെ കൊണ്ടുവരായിരുന്നു. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? ജസ്റ്റ് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നതല്ലേ ഉള്ളൂ. നിനക്ക് എപ്പോ ഞങ്ങളെ കാണണമെന്ന് തോന്നിയാലും അപ്പാർട്ട്മെന്റിലേക്ക് വരാം. അതല്ലാതെ നമുക്ക് ഇടയ്ക്ക് കൂടാ. നീ വിഷമിക്കൊന്നും വേണ്ട. അതിപ്പോ നീ പറഞ്ഞില്ലെങ്കിലും എനിക്ക് നിങ്ങളെ കാണണമെന്ന് ഞാൻ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് വരും. പിന്നെ ഓണർ എന്ത് പറഞ്ഞു റിസൈൻ ലെറ്റർ കൊടുത്തപ്പോ? എന്തിനാ ഇത്ര പെട്ടെന്ന് റിസൈൻ ചെയ്യണമെന്ന് ചോദിച്ചു. പിന്നെ സാലറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തേക്കാന്നും പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടേടാ. എന്തെങ്കിലുമൊക്കെ നീ വിളിക്കണേ. ഓക്കേടാ, ശരി എന്നാ അപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് വിളിക്ക്. എടാ, ജോഹാനുസ് ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ. തന്നോടൊന്നും വരില്ല എന്നെല്ലാം പറഞ്ഞിരുന്നോ? അയ്യോ, അപ്പൊ തന്നോട് ഇസൊന്നും പറഞ്ഞില്ലേ? അവര് രണ്ടുപേരും റിസൈൻ ചെയ്തു. ഇന്ന് കാലത്തെ ഒന്ന് റിസൈൻ ലെറ്റർ കൊടുത്തുള്ളൂ. റിസൈൻ ചെയ്തെന്നു? അത് ഇത്ര പെട്ടെന്ന്? തന്നോട് റീസൺ എന്താന്നെല്ലാം പറഞ്ഞിരുന്നോ? ഇല്ലടോ, കാലത്തെ ഒന്ന് ജോഹാന റിസൈൻ ലെറ്റർ കൊടുത്തേ. ഇസ വന്നില്ല. എന്താ റീസൺ ഒന്നും പറഞ്ഞില്ല. എന്നാലും റിസൈൻ ചെയ്ത കാര്യം എന്താ കുക്കി എന്നോട് പറയാതിരുന്നേ? എന്തോ ഇവിടേക്ക് ഒരു പ്രശ്നമുള്ളത് പോലെ. അപ്പോ ഇവിടുത്തെ എന്റെ ആക്ടിങ് കഴിഞ്ഞു. എന്ത് പറ്റി? ആരാ കോൾ ചെയ്യണേ? ഏത്? എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ? ആ കോളങ്ങ് കട്ടാവുമ്പോഴത്തേക്കും ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക്. എടാ, അങ്ങനെ ചെയ്ത് അവനെ മനസ്സിലാവില്ല. ഞാനവനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുവാന്ന്. അതിനിപ്പോ എന്താ? നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് മനസ്സിലാവുമ്പോ അവൻ തനിയെ പൊക്കോളും. The number you are trying to call is currently not reachable. Please try again later. ഓഹോ, അപ്പോ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുവാണല്ലേ? നീ എന്നെ എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും അവസാനം നീ എൻ്റെ അടുത്ത് തന്നെ വരും കുക്കി. ഞാൻ നോക്കാം. വേണ്ട, ശബ്ദം ഉണ്ടാക്കരുത്. വണ്ണി. എന്താടാ? ആരാ വന്നത്? ഏത്? എനിക്കറിയായിരുന്നു. അതാ ഞാൻ നിന്നോട് തുറക്കല്ലേ പറഞ്ഞത്. നീ റൂമിൽ പോയിരുന്നു. ഒരു കാരണം വെച്ചാലും ഒച്ച ഉണ്ടാക്കരുത്. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ആ, ഇതാര്? ഏതിനോ? വാടോ, അകത്തേക്ക് കയറ്. ഇല്ലടോ, ഞാൻ ഇസേരെ കാണാൻ വന്നതാ. ഇസ ഇവിടെ ഇല്ലേ? ഓ, ഇസേനെ അന്വേഷിച്ച് വന്നതാണോ? ഇസ ഇവിടെ ഇല്ല. മമ്മ വിളിച്ചിട്ട് പോയേക്കുവാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ വരുമ്പോ പറഞ്ഞാൽ മതിയോ? ഏയ്, അത്യാവശ്യമൊന്നുമില്ല. നിങ്ങള് റിസൈൻ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ല. അപ്പോ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓ, റിസൈൻ ചെയ്തത് അത് വേറൊന്നും അല്ലാടോ. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ്. അതുകൊണ്ടാ. താൻ കേരളില്ലാന്ന് ഉറപ്പാണോ? അല്ല, വീട്ടിൽ വന്നൊരു ഗസ്റ്റിനെ ഇങ്ങനെ പുറത്തു നിന്ന് സംസാരിപ്പിക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ട് ചോദിച്ചതാ. ഏയ് ഇല്ലടോ. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ. ആ, പിന്നെ ഒരു കാര്യം കൂടി. എത്ര നാള് എൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ഒളിപ്പിച്ച് നിർത്തുമ്പോ നമുക്ക് കാണാം. എങ്കിൽ ശരി, ബൈ. പോയോ? എന്താ പറഞ്ഞേ? വേറൊന്നും പറഞ്ഞില്ല. നമ്മ റിസൈൻ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ നിന്നെ വിളിച്ചിട്ടാണ് ഈ ഫോണും കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചു വന്നതാ. ഓ, കഴിച്ചു മമ്മി. അവിടെ കഴിച്ചായിരുന്നോ? ജോഹാൻ എന്തിയെ? അവന്റെ ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടല്ലോ. അവനവിടെ ഇല്ലേ? ഓ, ഞാനിവിടെ ഉണ്ട് മമ്മി. അല്ലടാ, ഇന്ന് രണ്ടും ഷോപ്പിലൊന്നും പോയില്ലേ? അതെന്താ മമ്മി അങ്ങനെ ചോദിച്ചേ?
അതല്ല, സാധാരണ ഷോപ്പിൽ പോകണ ദിവസം രണ്ടും വൈകിയാണല്ലോ കയറാറ്. ഇന്ന് രണ്ടും നേരത്തെ വിളിച്ച്, അതുകൊണ്ട് ചോദിച്ചതാ. ആ പോയി മമ്മി, ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു, അതാ. ആ എടാ, അത് പറഞ്ഞപ്പോഴാ ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഇസേനെ അന്വേഷിച്ച് കുറച്ച് കൊച്ചുങ്ങൾ വന്നിട്ടുണ്ടായി. കൊച്ചുങ്ങളോ? ഏത് കൊച്ചുങ്ങള്? ഓ, കൊച്ചുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ, പിന്നെ അവന്റെ ബോഡി ഗാർഡ്സ് ആയിരുന്നു തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാ തോന്നി. ശോ, പയ്യന്റെ പേര് പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? ശോ, ആ കിട്ടി കിട്ടി, ഏത് അങ്ങനെ എന്താണ്ടോ പറഞ്ഞു, ഏതിനെന്തോ. വന്നിട്ട് എന്താ ചോദിച്ചേ? വേറൊന്നും ചോദിച്ചില്ല, ഐസ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ കയറാൻ പറഞ്ഞിട്ടൊന്നും കേറിയില്ല, എന്ന് തിരക്കുണ്ടെന്നും പറഞ്ഞു പെട്ടെന്ന് പോയി. എന്ന് വെക്കട്ടെ മമ്മി, ഫോണിൽ ചാർജ് ചെയ്യാറായി, നാളെ വിളിക്കാം. എനിക്ക് എന്താ ചെയ്യട്ടേന്നറിയില്ല. നമ്മൾ ഉദ്ദേശിച്ചാണ് എന്നത്. അവരെന്തൊക്കെയോ കരുത്തി കൂട്ടി ഇറങ്ങിയേക്കുക. വേറൊന്നുമല്ല എൻ്റെ പേടി, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന. എനിക്കൊരു സമാധാനം ഇല്ല കൊടുത്തിട്ട്. ഐ തിങ്ക് ഇതൊക്കെ അവൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. അവൻ കോഫി ഷോപ്പിൽ ജോയിൻ ചെയ്തതും മുന്നോട് അടുത്തതും എല്ലാം. ഇതെവിടം വരെയും പോകുന്നു നോക്കാം. എഴുന്നേറ്റ് വേഗം എഴുന്നേക്ക്. എന്തുവാടെ കാലത്ത് കണ്ട് ഇന്നലെ ഫോളൊക്കെ കാണിച്ചിട്ടില്ല. നീ പോയാൽ ഞാൻ ഉറങ്ങട്ടെ. ഓ പിന്നെ ഉറങ്ങാ, നീ ഒന്ന് എഴുന്നേക്ക്. ഇതേ എക്ലിപ്സ് ചെയ്ത് മെയില് വന്നേക്കുന്നു. ഓ വരട്ടെ, അതിനിപ്പോ ഞാനെന്ത്? എവിടെ നിന്ന് മെയില് വന്നേക്കുന്നത്? സത്യം, ദേ നോക്ക്, 2 പേർക്കും ജോബ് ഓഫർ ലെറ്റർ വന്നേക്കുന്ന എക്ലിപ്സിന്ന്. എടാ, നീ എന്നെ ഒന്ന് വിളിക്കേ. ഇത് വല്ല സ്വപ്നം വല്ലതും ആണോ? ഓ സ്വപ്നമൊന്നും അല്ല, സത്യവാ. നാളെ ഒരു 10 AM ആകുമ്പോഴത്തേക്കും ജോയിൻ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞേക്കുവാ. അല്ലടാ, നമ്മൾ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തില്ലല്ലോ. നമ്മുടെ CV മാത്രമല്ലേ അയച്ചു കൊടുത്തുള്ളൂ. എന്തൊക്കെയാണോ എന്തോ, എന്തായാലും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. നീ എൻ്റെ അടുത്തുനിന്ന് എത്ര അകലാൻ ശ്രമിച്ചാലും അത് നടക്കില്ല കുക്കി. എനിക്ക് നല്ലതുപോലെ അറിയാം നിന്നെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ. നാളെ മുതൽ നീ എൻ്റെ മാത്രം. പിന്നെ ഒരാളും നിന്നെ കാണില്ല. പിന്നെ എനിക്കറിയാം നീ എന്നെ പറ്റി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന്. നാളെ നീ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ആരാണെന്നൊക്കെ അറിയും. Just wait and see.